Hello aspirants, welcome to Isham Academy. ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ ആപ്സ്പയെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ആപ്സ്പ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് എന്നാണ്. 1958 ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് ദ പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ ദാറ്റ് ഗ്രാൻഡ് സ്പെഷ്യൽ പവേഴ്സ് ടു ദ ഇന്ത്യൻ ആംഡ് ഫോഴ്സസ് ദ പവർ ടു മെയിൻറ്റെയിൻ പബ്ലിക് ഓർഡർ ഇൻ ഡിസ്റ്റർബ്ഡ് ഏരിയാസ്. അപ്പോൾ ഡിസ്റ്റർബ്ഡ് ഏരിയാസിലുള്ള പബ്ലിക്കിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ പവറാണ് ഇന്ത്യൻ ആംഡ് ഫോഴ്സിൽ കൊടുത്തിട്ടുള്ള ഗ്രാൻഡ് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ പവറാണ് ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് എന്ന് പറയുന്നത്. കുറച്ചുകൂടി ഡീറ്റെയിൽ പറയാൻ പോയി കഴിഞ്ഞാൽ it is an enabling provision of law facilitate the summoning of army to be aid of civil authorities who unable to control armed incursion. This is called for either state government or central government. ഇത് ഒന്നില്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കും വിളിക്കുക, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും വിളിക്കുക. നെക്സ്റ്റ് കുറേ സെക്ഷൻസ് ഉണ്ട്. സെക്ഷൻ 3, 4, 5 എന്നുള്ളത്. സെക്ഷൻ 3 എന്താണെന്ന് നോക്കാം. Section 3 who tells the description power to the area of disturbed areas. ഒരു ഏരിയ ഡിസ്റ്റർബ്ഡ് ഏരിയ ആണോ എന്നുള്ളത് പറയുന്നത് ഈ സെക്ഷൻ 3 ആണ് അത് ഡിക്ലെയർ ചെയ്തത്. സോ അതിൻ്റെ പവർ ഉള്ളത് ഈ സെക്ഷൻ 3-ലാണ്. ഗവർണർ ഓർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡ്യൂട്ടി, സെൻട്രൽ ഗവൺമെൻറ് ഈസ് ഓഫ് ദ ഒപ്പീനിയൻ ആസ് എ ഹോൾ ഓർ എനി പാർട്ട്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ആണ് ആ ഒപ്പീനിയൻ ഹോളായിട്ട് അല്ലെങ്കിൽ പാർട്ടായിട്ട് പറയുന്നത്. Such part or refugees is disturbed or dangerous condition named by notification declared the whole or such part of such state or UT to be as a disturbed area. So ഓരോട് പറയുന്ന ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു UT ഒരു പാർട്ട് അല്ലെങ്കിൽ ഹോൾ ആയിട്ടുള്ള ഒരു പോർഷൻ പ്ലേസ് ഡിസ്റ്റർബ്ഡ് ഏരിയ ആണോ എന്ന് ഡിക്ലെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ നെയിം ചെയ്യുന്നത്, ഒരു നോട്ടിഫിക്കേഷനായിട്ട് നെയിം ചെയ്യുന്നതിൽ ഡിക്ലെയർ ചെയ്യുന്നത് സെക്ഷൻ 3 ആയിരിക്കും. Section 4 is special powers. എന്തൊക്കെ പവറാണ്? പവർ ടു യൂസ് ഫോഴ്സ്, പവർ ടു ഡെസ്ട്രോയ് സ്ട്രക്ചേഴ്സ്, പവർ ടു അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട് ആൻഡ് പവർ ടു എൻറ്റർ ആൻഡ് സെർച്ച് പ്രിമൈസസ്. സോ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ എന്തിനൊക്കെയാണ് ഈ പവർ ടു യൂസ് ഫോഴ്സ് ഉള്ളത്? ഇൻക്ലൂഡിങ് ഓപ്പണിംഗ് ഫയർ, ഈവൻ ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് കോസിംഗ് ഡെത്ത്, of prohibiting orders or banning assembly of system, one person or carrying arms and weapons. ഒരു പേഴ്സൺ ഒരു സിസ്റ്റം അസംബിൾ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ആംസ് ക്യാരി ചെയ്യുന്നതിനോ ബാൻ ചെയ്യാനുള്ള ഓർഡർ പ്രൊഹിബിറ്റ് ചെയ്യുക. അതുപോലെ ഫോഴ്സ് യൂസ് ചെയ്യണത് ഓപ്പണിംഗ് ഫയർ ഇൻക്ലൂഡ് ചെയ്തിട്ടും ഈവൻ ടു എക്സ്റ്റെൻഡ് കോസിംഗ് ഡെത്ത് വരെ നമുക്കതിൽ സംഭവിക്കാം. സോ അതിൻ്റെ ഫോഴ്സ് യൂസ് ചെയ്യുന്ന അതിനൊരു പവറാണ് സ്പെഷ്യൽ പവേഴ്സിൽ ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ പവർ ടു ഡെസ്ട്രോയ് സ്ട്രക്ചേഴ്സ് യൂസ്ഡ് ആസ് ഹൈഡ് ഔട്ട്സ്, ട്രെയിനിങ് ക്യാമ്പ്സ് ഓർ ആസ് എ പ്ലേസ് അറ്റാക്സ് ആർ ലൈക്ലി ടു ബി ലോഞ്ച്ഡ്. ഒരു ട്രെയിനിങ് ക്യാമ്പ് ഒളിഞ്ഞ ഹൈഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് ക്യാമ്പ് അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള അത് ലോഞ്ച് ചെയ്യുക. സോ ഇതാണ് പവർ ടു ഡെസ്ട്രോയ് സ്ട്രക്ചേഴ്സ്. Third one is power to arrest without warrant. Fourth one is power to enter and search premises. ആ പരിസരം സെർച്ച് ചെയ്യുക, ഒരു സ്ഥലത്തോട്ട് എൻ്റർ ചെയ്യുക, ഒരു വാറണ്ടും ഇല്ലാണ്ട് എൻ്റർ ചെയ്യുക. അതുപോലെ ഒരു വാറണ്ടും ഇല്ലാണ്ട് നമുക്ക് അറസ്റ്റ് ചെയ്യുക, ഹോസ്റ്റേജസിനെ റിക്കവർ ചെയ്യുക, ആംസ് ആൻഡ് അമ്യൂണേഷൻസ് അത് റിക്കവർ ചെയ്യുക, ഒരു സോവറിൻ പ്രോപ്പർട്ടിയുടെ. സോ ഇതൊക്കെയാണ് സ്പെഷ്യൽ പവേഴ്സിൻ്റെ സെക്ഷൻ 4 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. And section 5 is requires that person arrested by armed forces be handed over to the nearest police station with least possible delay along with the report. ഇപ്പോൾ റിപ്പോർട്ട് കൊണ്ട് ഒരു പേഴ്സൺ അറസ്റ്റ് ചെയ്യുന്ന ആംഡ് ഫോഴ്സസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്രയും പെട്ടെന്ന് ഹാൻഡ് ഓവർ ചെയ്യുക വിത്ത് റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ സർക്കംസ്റ്റാൻസസും ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. Next is section 6. It gives members of armed forces discharging duties under the act immunity from prosecution and other legal procedures except with the previous sanction of union government. അപ്പോൾ ആംഡ് ഫോഴ്സസ് മെമ്പേഴ്സിന് ഡിസ്ചാർജിങ് ഡ്യൂട്ടീസ് നൽകുക,
ആക്ട് ഓഫ് ഇമ്മ്യൂണിറ്റി ഫോം പ്രൊസെക്ഷൻ്റെ താഴെ ആൻഡ് അതർ ലീഗൽ പ്രൊസീജിയേഴ്സ് അതും എക്സെപ്റ്റ് എന്തായിരിക്കും പ്രീവിയസ് സാങ്ഷൻ ഓഫ് യൂണിയൻ, ഇതിന് മുന്നുള്ള യൂണിയൻ ഗവൺമെൻറ് സാങ്ഷൻ എക്സെപ്റ്റ് ഒഴികെ ബാക്കിയുള്ള ലീഗൽ പ്രൊസീജിയേഴ്സും പ്രൊസെക്ഷൻസും ഡിസ്ചാർജിങ് ഡ്യൂട്ടീസൊക്കെ ആംഡ് ഫോഴ്സസിന് നൽകുക. ആൻഡ് പ്രോബ്ലംസ് ഓഫ് ആഫ്സ്പ, എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ആഫ്സ്പ റിലേറ്റ് ചെയ്തിട്ടുള്ള ഉണ്ടായിട്ടുണ്ടായതെന്ന് നോക്കാം. മനോരമ ദേവി 2004 സെക്കൻഡ് വൺ ഈസ് ഔട്ട് ഓഫ് ജുഡീഷ്യൽ റിവ്യൂ, തേർഡ് വൺ ഈസ് വയലേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫോർത്ത് വൺ ഈസ് വയലേഷൻ ഓർ ലാക്ക് ഓഫ് പ്രോപ്പർ പ്രൊസീജിയർ, ഫിഫ്ത്ത് വൺ ഈസ് നോ പ്രോഗ്രസ് ഇൻ ലോ ആൻഡ് ഓർഡർ. മനോരമ ദേവി 2004 അതൊരു ഇൻസിഡൻ്റ് ആയിരുന്നു. അതൊരു വിക്റ്റിം, മണിപ്പൂരിൽ നിന്നൊരു വിക്റ്റിമാണ്, ഇന്ത്യയിലുള്ള മണിപ്പൂരിൽ നിന്നൊരു വിക്റ്റിമാണത്. തഞ്ചം മനോരമ എന്നാണ് ഫുൾ നെയിം. അവർ 2004 ജൂലൈ 11 ആസാം റിഫൽസ്, 17th ആസാം റിഫൽസ്, അത് ഇന്ത്യൻ പാരാമിലിറ്ററി യൂണിറ്റ് ആണ്, അവരാണ് ഇവരെ കിൽ ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. അവരുടെ വീട്ടിൽ നിന്നും ഒരു 3 കിലോമീറ്റർ അവയിലാണ് ഇവരുടെ ബുള്ളറ്റ് റിഡൻ അല്ലെങ്കിൽ മ്യൂട്ടിലേറ്റഡ് ഡെഡ് ബോഡി കണ്ടുകിട്ടിയതെന്നാണ് പറയുന്നത്. ഓൾസോ ഷി വാസ് ഷോട്ട് സെവറൽ ടൈംസ്. അതൊരു ഡിഫറെൻറ്റ് ട്രാക്കാണ്. അപ്പോൾ അതൊരു പ്രോബ്ലമാണ് ആഫ്സ്പയുടെ. ജസ്റ്റ് ഒരു ഓവറോൾ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. മനോരമ ദേവി ഷി വാസ് എ വിക്ടിം ഫ്രം മണിപ്പൂർ, ഇന്ത്യ. അതൊരു റേപ്പ് മർഡർ ആയിരുന്നു. സോ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് മാർച്ചൊക്കെ നടന്നത്, അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊട്ടസ്റ്റ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് പത്മശ്രീ ഓതർ MK ബിനോദിനി ദേവി അവരുടെ അവാർഡ് റിട്ടേൺ ചെയ്തു പ്രൊട്ടസ്റ്റിൽ. അപ്പോൾ അങ്ങനെ കുറേ അതായിരുന്നു മനോരമ ദേവി ഇൻസിഡൻറ്റിലുള്ളത്. ഇനി ഹിൻസ് നോക്കുകയാണെങ്കിൽ, ബ്രിട്ടീഷ് ഹാഡ് പ്രൊമൾഗേറ്റഡ് ദ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ഓർഡിനൻസ് ഇൻ 1942 ടു സപ്രസ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1942 ബ്രിട്ടീഷ് ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ഓർഡിനൻസ് പ്രഖ്യാപിച്ചിരുന്നു 1942. സോ ഇതിന് അക്കോർഡിംഗ് ടു ദിസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൊമൾഗേറ്റഡ് 4 ഓർഡിനൻസസ് ഇൻ 1947. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 4 ഓർഡിനൻസ് 1947 പ്രഖ്യാപിച്ചിരുന്നു. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? ടു ഡീൽ വിത്ത് ഇന്റേണൽ സെക്യൂരിറ്റി ഇഷ്യൂസ് അറൈസിങ് ഡ്യൂ ടു പാർട്ടീഷൻ ഇൻ ബംഗാൾ, ആസാം, ഈസ്റ്റ് ബംഗാൾ ആൻഡ് യുണൈറ്റഡ് പ്രൊവിൻസ്. സോ ഇത്രയും പ്ലേസസിൽ പാർട്ടീഷൻ ഇൻ ബംഗാൾ, ആസാം, ഈസ്റ്റ് ബംഗാൾ, യുണൈറ്റഡ് പ്രൊവിൻസസിൽ ആ പാർട്ടീഷൻ ബേസ് ചെയ്തിട്ട് കുറേ ഇഷ്യൂസ് അറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്റേണൽ സെക്യൂരിറ്റി. അത് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 4 ഓർഡിനൻസ് പ്രൊമൾഗേറ്റ് ചെയ്തത്. ഈ ഓർഡിനൻസ് ആണ് ലേറ്റർ ബിക്കംസ് ആൻ ആക്ട്. അത് റിപ്പീൽ ചെയ്തിട്ട് 1957 ഒരു വർഷത്തിന് ശേഷം അത് റീഇനാക്ട് ചെയ്തു ആസാമിൽ ആൻഡ് മണിപ്പൂരിൽ. അതിൻ്റെ പേര് ആംഡ് ഫോഴ്സസ് എന്നായി. ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് 1958 എന്ന് റീനെയിം ചെയ്യപ്പെട്ടു ആസാമിലും മണിപ്പൂരിലും. ഡ്യൂ ടു ഗ്രോയിങ് നാഗ ഇൻസർജൻസി. അപ്പോൾ നാഗ ഇൻസർജൻസിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് റീഇനാക്ട് ചെയ്തത്. Gradually, the scope of the act was extended to all 7 states of Northeast region. Later, act extended to Punjab, Chandigarh via Armed Forces Punjab and Chandigarh Special Power Act in 1983. So, AFSPA 1983 എന്ന് പറയുന്നത് പഞ്ചാബ് ചണ്ഡീഗറിലും ലേറ്റർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ആക്ട് ആയിരുന്നു. 1997 ദിസ് ആക്ട് വിത്ഡ്രോൺ ചെയ്യപ്പെട്ടു ആൻഡ് 1990 again the AFSPA enacted. So ഇതാണ് ഇതിൻ്റെ ഹിൻസ്. അഡ്വാൻറ്റേജസ് ഓഫ് ആഫ്സ്പ. ഫസ്റ്റ് അഡ്വാൻറ്റേജ്, ആഫ്സ്പ ഹാഡ് ലെഡ് ടു violation of human rights of citizens of India in various international organizations like Amnesty International, that is United Nations ഒന്നാണത്, UNHRC, South Asia Peace Documentation Center have reported large scale and massive human rights violation. So പ്രോബ്ലംസ് ഓഫ് ആസ്പയിൽ ഞാൻ തേർഡ് പോയിന്റ് പറഞ്ഞിട്ടുള്ളത് വയലേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അപ്പോൾ അവരുടെ ആസ്പയുടെ ഒരു അഡ്വാൻറ്റേജ് ആണ്, അവർ ഹ്യൂമൻ റൈറ്റ്സ് വയലേറ്റ് ചെയ്തുകൊണ്ടിരുന്നു, ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ഇൻ വേരിയസ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. സോ അതൊക്കെയാണ് UNHRC, സൗത്ത് ഏഷ്യ പീസ് ഡോക്യുമെന്റേഷൻ സെന്റർ.
Example, case of Tangjam Manorama Devi, where an innocent lady was killed and encountered and brutally raped without any legal solution. അത് എക്സ്പ്ലെയിൻ ചെയ്ത പോയിന്റ് ആയിരുന്നു. സെക്കൻഡ് വൺ, ഔട്ട് ഓഫ് ജുഡീഷ്യൽ റിവ്യൂ. സോ ഈ അഡ്വാൻറ്റേജസ് ഓഫ് ആവ്സ്പ അല്ലെങ്കിൽ പ്രോബ്ലംസ് ഓഫ് ആവ്സ്പ ഇത് രണ്ടും സെയിം തന്നെയാണ്. ആവ്സ്പ ക്രിയേറ്റ് ചെയ്ത പ്രോബ്ലംസ് ആണ് ആവ്സ്പയുടെ അഡ്വാൻറ്റേജസ്. Out of judicial review, section 6 of AVSPA has stated is largely makes this law out of jurisdiction of the judiciary of India, and this has damaged the basic principle of theory of separation of power. ഇത് പറയുന്നത് ജുഡീഷ്യൽ റിവ്യൂവിനെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഡാമേജിങ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് തിയറി ഓഫ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. സെപ്പറേഷൻ ഓഫ് പവേഴ്സ് പറയുന്നത് ഇറ്റ് ഈസ് എ ഡോക്ട്രിൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ അണ്ടർ വിച്ച് ദ ത്രീ ബ്രാഞ്ചസ് ഓഫ് ഗവൺമെൻറ് സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നതിനെയാണ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയുന്നത്. ദറ്റ് ഈസ് ത്രീ ബ്രാഞ്ചസ് ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് പവേഴ്സ്, ലെജിസ്ലേറ്റീവ് പവേഴ്സ് ആൻഡ് ജുഡീഷ്യൽ പവേഴ്സ്. This is also known as the system of checks and balances because each branch is given certain powers so as to check and balance the other branches. അപ്പോൾ ഓരോ ബ്രാഞ്ചസും അവരുടെ സിസ്റ്റം ഓഫ് certain പവേഴ്സ് കൊടുക്കുന്നുണ്ട്. അത് ബേസ് ചെയ്തിട്ട് നമുക്ക് റെസ്റ്റ് ഓഫ് ദ ബ്രാഞ്ചസിൻ്റെ ചെക്ക് ആൻഡ് ബാലൻസ് നോക്കാൻ പറ്റും. നെക്സ്റ്റ് ഈസ് വയലേഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. AVSPA section 3 and 4 largely violates the fundamental rights which are guaranteed by the constitution to individual, mainly article 21st of the constitution. Article 21st of constitution is right to live life and personal liberty is damaged under this act. അപ്പോൾ ഇത് പറയുന്ന ആർട്ടിക്കിൾ 21st ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ്. അതുപോലെ സെക്ഷൻ 3 and 4 ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് മാലോം മസാക്കർ കേസ് 2000 ഇൻ ആസാം. ആസാമിൽ 2000 നടന്നൊരു കേസാണ് മാലോം മസാക്കർ കേസ്. ദിസ് സെക്ഷൻ ഓഫ് ആവ്സ്പ ലാർജ്ലി ഡൈല്യൂട്ടഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, ദറ്റ് ഈസ് SOP, ദറ്റ് ഈസ് ഫങ്ഷൻസ് ആസ് സ്റ്റാൻഡേർഡ് മാനർ. അതാണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത് എമംഗ് ദ ആംഡ് ഫോഴ്സസ്. അപ്പോൾ ആംഡ് ഫോഴ്സസിൻ്റെ ഇടയിൽ ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൻ്റെ അല്ലെങ്കിൽ SOP പ്രിൻസിപ്പിളിനെ ആവ്സ്പ ഡൈലൂട്ട് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ, മാലോം മസാക്കർ കേസ് ഇൻ ദ ഇയർ 2000, around core civilians including a 62-year-old woman, 18-year-old girl was killed without any proper reason. മാലോം മസാക്കർ കേസ് എന്ന് പറയുന്നത് അസാം റിഫൽസ് അലജ് ചെയ്തിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ്. മാലോം മസാക്കർ was allegedly committed by Assam Rifles, one of the Indian paramilitary forces operating the state. The victims include Leisangbam Imetombi, as I said, 62-year-old woman, and Sinam Chandramani, who is 18-year-old, and also a 1988 National Bravery Award winner ആണ്. അവരടക്കം മരണപ്പെട്ടു ഈ ആസാം റൈവൽസിൻ്റെ ഇടയിൽ എന്നാണ് as a result of attack of Assam rivals. Various committees appointed by the Supreme Court and Government of India have frequently argued and advocated for the removal of AVSPA as there is no improvement in the law and order. So, പ്രോബ്ലംസ് ഓഫ് ആവ്സ്പയിൽ ഞാൻ 5th പറഞ്ഞ പോയിൻ്റാണ് നോ പ്രോഗ്രസ് ഇൻ ലോ ആൻഡ് ഓർഡർ. അപ്പോൾ ഈ ലോ ആൻഡ് ഓർഡറിൽ ഒരു പ്രോഗ്രസ്സും ഇല്ലാത്തത് കാരണം വേരിയസ് കമ്മിറ്റീസ് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത് സുപ്രീം കോർട്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. അവർ ഫ്രീക്വൻ്റ് ആയിട്ട് ആർഗ്യൂ ചെയ്യും അഡ്വക്കേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ആവ്സ്പ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഇൻ ദോസ് ഏരിയാസ് വർ ആവ്സ്പ ഈസ് പ്രിവെയിലിംഗ്. ആൻഡ് ഹിസ്റ്ററി. അപ്പോൾ ആവ്സ്പയുടെ ഹിസ്റ്ററി നോക്കാം. 1942 എഗെയിൻസ്റ്റ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഇറ്റ് ഈസ് ഇമ്പോസ്ഡ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് ഒരു ടൈം ലൈൻ ആയിട്ടാണ് ഇതിൽ പറയുന്നത്. ആൻഡ് എഗെയിൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ടൈം ലൈൻ പോലെ ഞാൻ പറയാം. 1947 when there is a partition of India and Pakistan, large and huge violence occurred. To prevent the violence, AVSPA implemented. After 1947,
AFSPA is slowly repealed. After 1958, AFSPA continuing in the northeastern states. 1983, AFSPA introduced in Punjab and Chandigarh as death of Indira Gandhi in the region of Kazakhstan. Kazakhstan. 1987 repealed AFSPA. Later, 1990, AFSPA in Jammu and Kashmir, still continuing in Jammu and Kashmir. 1967, Unlawful Activities Prevention Act introduced, do not have regressive measures and powers of army. 1976, Disturbed Area Act imposed to declare area as disturbed under Section 3 of AFSPA. Central government deals with this, not the state government. AFSPA ഏതൊക്കെ സ്റ്റേറ്റ്സിലാണ് ഉള്ളതെന്ന് നോക്കാം. ആസാം ആൻഡ് നാഗാലാൻഡ് എൻ്റെ സ്റ്റേറ്റിലുണ്ട്. മേഘാലയയിൽ 20 കിലോമീറ്റർ ബോർഡർ വിത്ത് ആസാം. അരുണാചൽ പ്രദേശ് ചാങ്ക്ലിംഗ്, തിറപ്പ്, ലോങ്ഡിംഗ് 20 കിലോമീറ്റർ ബോർഡർ വിത്ത് ആസാം. Tripura, early it was imposed in the entire state, but it got removed in 2015. Mizoram, no clear area is demarcated of AFSPA. Manipur, entire state except valley regions of Imphal. ഇനി നെക്സ്റ്റ് ഫോൾസ് കേസസും ഉണ്ട്, കമ്മിറ്റീസ് ഓഫ് AFSPA ഉണ്ട്. അത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് വേറൊരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് AFSPA with false cases and committees. Hope this is useful for you. Thank you.